ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് ദളപതി 69 അപ്ഡേറ്റും അതുപോലെ വിജയുടെ റിട്ടയർമെൻറ്റ് കാര്യത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെയാണ്. അപ്പോൾ വേഗം വീഡിയോയിലോട്ട് പോകാം. ദളപതി 69 ഹീറോയിൻ സമന്തയാണ് എന്നായിരുന്നു ന്യൂസൊക്കെ മുമ്പുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മോസ്റ്റായിട്ട് കേൾക്കുന്നത് പൂജാഗിരിയുടെ പേരാണ്. ഇൻസൈഡായിട്ടും പൂജാഗിരിയാണ് ഹീറോയിനായിട്ട് ദളപതി 69 എന്ന് പറയുന്നു. എന്തായാലും കാസ്റ്റ് അനൗൺസ്മെൻറ്റ് വരട്ടെ, ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒരു വലിയ കാസ്റ്റ് തന്നെ ദളപതി 69 ഉണ്ടാകും. അപ്പോൾ ദളപതി 69 ലാസ്റ്റ് ഫിലിം എന്ന് പ്രൊഡക്ഷനെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പടം നിർത്തുന്നത് ഷുവറാണ് എന്ന് നമ്മൾ ഉറപ്പിച്ച കാര്യമാണ്. പക്ഷേ വിജയ് ഇതുവരെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടില്ല പടം കംപ്ലീറ്റ് ആയി നിർത്തുമോ ഇല്ലയോ എന്ന്. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ നമുക്ക് അടുത്ത മാസം ലഭിക്കുന്നതാകും. കാരണം അടുത്ത മാസമാണ് വിജയുടെ പാർട്ടിയുടെ മാനാട് നടത്തുന്നത്. അതിലെ സ്പീച്ചിൽ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് എന്തായാലും പറയാണ്ടിരിക്കില്ല. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ സിനിമ നിർത്തിയായിരിക്കും, പക്ഷെ അത് റിട്ടയർ ചെയ്ത് പോകുന്നതല്ല. ഒരു 5-6 വർഷമൊക്കെ പടം ചെയ്യാതിരിക്കുകയായിരിക്കും. പിന്നീട് ചിലപ്പോൾ പടത്തിലേക്ക് തിരിച്ചു വരുമായിരിക്കും. അതുകൊണ്ടാകും വെങ്കട് പ്രഭു കോട്ട് മൂവിക്ക് സെക്കൻഡ് പാർട്ടിനുള്ള ഇൻഡി വരെ കൊടുത്തു വെച്ചിരിക്കുന്നത്. അഥവാ ഇനി സിനിമ വിടാണ്ട് തിരിച്ചു വന്നാൽ വെങ്കട് പ്രഭുവിനെ ഗോട്ട് ചെയ്യാലോ. അത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അനൗൺസ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വിജയ് അടുത്ത മാസത്തിലെ മാനാട്ടിൽ ഇതിനെക്കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ തരുന്നതായും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഗോട്ട് 2, ലിയോ 2, പിന്നെ ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ട്. അങ്ങനെ ലൈനപ്പ് വലിയൊരു ലൈനപ്പിന് ഉണ്ടായിരുന്നു. ശരിക്കും ഈ ബ്രേക്ക് അനൗൺസ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ അടുപ്പിച്ച് വലിയ തിയേറ്റർമാരുടെ പടമായിരുന്നു. അതൊക്കെ നമുക്ക് മിസ്സായി. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് പറഞ്ഞാൽ മതി. താഴെ കാണാൻ ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും കിട്ടുക. സൈഡിൽ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടൺ കൊള്ളായിരുന്നു. ഇന്നുവരെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.